എല്ലാ കൂട്ടുകാർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളൊരു കിഡിലൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ്. സ്ഥിരമായി ട്രെയിനിൽ പോകുന്നവർക്കും അതുപോലെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണിത്. വേർ ഇസ് മൈ ട്രെയിൻ എന്നാണ് അതിൻ്റെ പേര്. സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ആ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ട്രെയിനുകൾ ഏതൊക്കെ എപ്പോഴൊക്കെ റൺ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് കൊല്ലത്ത് പോകണമെങ്കിൽ ആ സ്റ്റേഷൻ്റെ നെയിം അടിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് എത്ര ട്രെയിൻ എപ്പോഴൊക്കെ പോകുന്നു എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ബാംഗ്ലൂരിലേക്ക് യശ്വന്ത്പൂർ എക്സ്പ്രസ്സിൽ പോകണം. അപ്പം എൻ്റെ സ്റ്റേഷൻ ചെങ്ങന്നൂരിൽ നിന്നാണ്. ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് കയറുന്നതെങ്കിൽ ഇപ്പം തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് അതൊരു 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ, വൈകിട്ട് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ നിന്ന് ചെങ്ങന്നൂരേക്ക് എൻ്റെ സ്റ്റേഷനിലേക്ക് അത് വരാറായോ, അത് അടുക്കാറായോ, നിലവിൽ അത് ഏത് സ്റ്റേഷനിലാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പിന്നെ ലൈവ് സ്റ്റേഷൻ ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റേഷൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റേഷനിൽ റണ്ണിങ് ആയിട്ടുള്ള ട്രെയിനുകൾ ഏതൊക്കെയാണ്, ഇനി പുറപ്പെടാനുള്ള ട്രെയിനുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള സകല ഡീറ്റെയിൽസും ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. അതും വലിയൊരു അഡ്വാൻറ്റേജാണ്. അപ്പം ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ട്രെയിൻ എവിടെ എത്തിയെന്ന് അറിയാൻ പറ്റും, ഏതൊക്കെ ട്രെയിൻ ഉണ്ടെന്ന് അറിയാൻ പറ്റും, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രത്തോളം അതിന് യൂസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇനി ഓരോന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് കൊല്ലത്തേക്ക് പോകണം. അപ്പം ഞാനിവിടെ ഈ സ്റ്റേഷൻ്റെ പേരുകൾ അതിൽ സ്ഥാനത്ത് അടിച്ചു കൊടുത്താൽ എനിക്ക് ആ എല്ലാ ട്രെയിനുകളും അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് കയറണം. ഞാൻ ഈ തിരുവനന്തപുരം സെൻട്രൽ എപ്പോഴും നോക്കുന്നതുകൊണ്ടാണ് അങ്ങനത് വന്ന് കിടക്കുന്നത്. ഇപ്പം വേറെ തിരുവനന്തപുരത്തു നിന്ന് ഇപ്പം തിരുവനന്തപുരം പേട്ടയിൽ നിന്നാണ് കയറേണ്ടതെങ്കിൽ കൊല്ലം ജംഗ്ഷൻ, ഇപ്പം കൊല്ലം കൊടുക്കുകയാണ്. ഇപ്പം കൊല്ലം ജംഗ്ഷൻ ആദ്യം വന്നു, കൊല്ലം ജംഗ്ഷൻ കൊടുത്തു. അപ്പം ഏതൊക്കെ ട്രെയിൻ എപ്പോഴൊക്കെ പുറപ്പെടുന്നുണ്ടെന്നുള്ളത് ഇങ്ങനെ സെർച്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ കാണിക്കാം. തിരുവനന്തപുരം പേട്ട ടു കൊല്ലം ജംഗ്ഷൻ ഫൈൻ ട്രെയിൻസ് ക്ലിക്ക് ചെയ്യുമ്പം ഏതൊക്കെ ട്രെയിൻ എപ്പോഴൊക്കെ പോകുന്നുണ്ട് എന്ന് അറിയാൻ പറ്റും. നോക്കൂ, തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കൊല്ലം ജംഗ്ഷനിലേക്ക് വേണാട് എക്സ്പ്രസ്, മധുര പുനലൂർ റൺസ് ഡെയിലി, കോട്ടയം എക്സ്പ്രസ്, കൊല്ലം എക്സ്പ്രസ് സ്പെഷ്യൽ, ഇതെല്ലാം റൺസ് ഡെയിലിയാണ്. പക്ഷേ നോക്കിക്കേ, കന്യാകുമാരി കൊല്ലം മെമ്മൂസ് എക്സ്പ്രസ് സ്പെഷ്യൽ റൺസ് ഡെയിലി അല്ല. അത് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ദിവസമാണ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേയിലില്ല. പിന്നെ ഉള്ളത് സാറ്റർഡേയിലാണ്. അപ്പം തിരുവനന്തപുരം നമ്മൾ നോക്കിയതുകൊണ്ട് സെൻട്രലിൻ്റെ ഡീറ്റെയിൽസ് അവർ താഴെ കൊടുക്കും. ഇങ്ങനെ നമുക്ക് അതൊരു അഡ്വാൻറ്റേജാണ്. പേട്ട നോക്കുമ്പോൾ സെൻട്രലൂടെ എന്ത് ചെയ്യുന്നു, അവിടെ അവർ താഴോട്ട് അതിന് താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഏറനാട് എക്സ്പ്രസ് റൺസ് ഡെയിലി, കോഴിക്കോട് ജനശതാബ്ദി റൺസ് ഡെയിലി, ഇതൊക്കെ റൺസ് ഡെയിലി ആയതുകൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഡെയിലി അല്ലാത്ത ട്രെയിൻ ഒരു ദിവസമൊക്കെ ഉള്ളെങ്കിൽ ഇങ്ങനെ കൊടുക്കും. ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസ് സാറ്റർഡേ മാത്രമേ റൺ ചെയ്യുന്നുള്ളൂ. അതാ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എല്ലാം ഡിസേബിൾ ആയിട്ട് സാറ്റർഡേ മാത്രം എനേബിളാക്കി വെച്ചിരിക്കുന്നത്. ഇനിയും നോക്കൂ, അതിൻ്റെ ടിക്കറ്റ് ഫെയറും കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വേണാട് എക്സ്പ്രസ്സിന് 145 രൂപയാണ്. അതും ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ ഒരു സ്ലീപ്പർ ടിക്കറ്റ്, ജനറൽ, ഏത് ക്ലാസ്സാണ് നമ്മൾ കൊടുക്കുന്നത് ആ ക്ലാസ് അനുസരിച്ച് ആ ഫെയർ അറിയാൻ പറ്റും. അപ്പോൾ അൺറിസർവ്ഡ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ 40 രൂപ, സ്ലീപ്പർ ആണെങ്കിൽ 145, AC ടയർ ആണെങ്കിൽ 505. ഇങ്ങനെ ഇതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഇതാണ് ആ ഫിൽട്ടർ ഓപ്ഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്യണം, അറിയാൻ പറ്റും. പിന്നെ ഓൾ ഡേറ്റ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്നുള്ളത് വരും, അല്ലെങ്കിൽ ഇന്നുള്ളത് മാത്രം, അല്ലെങ്കിൽ നാളത്തേക്ക് ഉള്ളത് മാത്രം. അല്ലാതെ നമുക്കൊരു പ്രത്യേക ദിവസമാണെങ്കിൽ അതും ഇതിൽ നിന്ന് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫെബ്രുവരി 28 പോകുന്ന ട്രെയിനുകൾ അറിഞ്ഞാൽ മതിയെങ്കിൽ അതിങ്ങനെ അവർ കാണിക്കും. അപ്പം ഏതാണോ നമ്മുടെ ഇഷ്ടത്തിന് ട്രെയിനിൻ്റെ ഡേറ്റും ട്രെയിൻ ഏതിതാണ് വേണ്ടത്, ഫസ്റ്റ് ക്ലാസ് ആണോ സ്ലീപ്പർ ആണോ എന്നുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് ടിക്കറ്റ് ഫെയറും മനസ്സിലാക്കാൻ സാധിക്കും. വേറൊരു യൂസാണ് നമ്മുടെ PNR നമ്പർ വെച്ചിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എന്ന് തോന്നിയിട്ടുള്ളൊരു യൂസാണ് സ്പോട്ട് ട്രെയിൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു യൂസുമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇത്, സ്പോട്ട് ട്രെയിൻ. അതായത് ഇപ്പം നമ്മൾ ഒരു ട്രെയിൻ എവിടെ എത്തി എന്നറിയണമെങ്കിൽ ആ ഒരു ട്രെയിനിൻ്റെ നമ്പരോ പേരോ അടിച്ചു കൊടുത്താൽ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ യൂഷ്വലി ഇപ്പം എനിക്ക് ചെങ്ങന്നൂരിൽ നിന്നൊരു ട്രെയിനിൽ കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാം എന്താണ് ആ ട്രെയിൻ എപ്പോഴാണ് ചെങ്ങന്നൂർ എത്തുന്നതെന്ന്. എങ്കിലും ട്രെയിൻ ലേറ്റ് ആവാനും നേരത്തെ വരാനും എല്ലാം ചാൻസസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കേസസിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരുപാട് യൂസ്ഫുള്ളാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് നമ്മുടെ ട്രെയിൻ നമ്പർ 16302 ആണ്, അതായത് വേണാട് എക്സ്പ്രസ് ആണ്. ഞാൻ നേരത്തെ നോക്കിയതുകൊണ്ടാണ് ഇങ്ങനെ കുറേ ട്രെയിനിൻ്റെ പേര് ഓൾറെഡി വന്ന് കിടക്കുന്നത് കേട്ടോ.
അപ്പോൾ 16302 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ വേണാട് എക്സ്പ്രസ് ആണ്. എനിക്ക് ഈ വേണാട് എക്സ്പ്രസ്സിൽ കയറേണ്ടത് തൃശ്ശൂരിൽ നിന്നാണ്. ഇത് ആക്ച്വലി തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഉള്ള ട്രെയിനാണ്. അപ്പം ഓൾറെഡി തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ്, രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തായിരിക്കും. ഇപ്പോൾ ഇവിടെ ചില സമയങ്ങൾ കാണിക്കാത്തത് ഇങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കുന്ന ചില നെറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇവിടെ എല്ലാം വിട്ടു, ഇവിടെ നിന്നെല്ലാം ഈ ട്രെയിൻ വിട്ട് എവിടെ എത്തിയിട്ടുണ്ട് ആ ട്രെയിൻ ഇപ്പോൾ ഇരിഞ്ഞാലിക്കുടയാണ്, താഴെയും കാണിക്കും അറൈവ്ഡ് ഇരിഞ്ഞാലിക്കുട അപ്ഡേറ്റഡ് ഫ്യൂ സെക്കൻഡ്സ് ആകും. ഇപ്പോൾ ഇത് ഇരിഞ്ഞാലിക്കുട എത്തി, 11:44 എത്തി, 11:46 അത് അവിടെ നിന്ന് പുറപ്പെടും. ഇപ്പം എനിക്ക് കയറേണ്ടത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ എത്ര മണിയാകുമ്പോൾ അത് എത്തും? 12:05 എത്തും. നോക്കൂ, 11:30 എത്തേണ്ട ട്രെയിനായിരുന്നു, ലേറ്റാണ് 12:05. അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ 11:30 നമ്മുടെ ടിക്കറ്റിലുള്ള ടൈം, പക്ഷേ 12:05 അത് അറൈവ് ചെയ്യുന്നത്. അപ്പം 12:05 അത് അറൈവ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ അത് എവിടെയാണ് നിലവിൽ? ഇരിഞ്ഞാലിക്കുടയിൽ നിന്നാണ്. ഇങ്ങനെ ഓരോ സ്റ്റേഷൻ ഇത് എവിടെ നിർത്തുന്നു, എപ്പോൾ നിർത്തുന്നു എല്ലാം കറക്റ്റായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷനിൽ നിന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതുവരെ ഈ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല, ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന എല്ലാം മെയിൻ സ്റ്റേഷൻസാണ്. ആ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു ട്രെയിന് സ്റ്റോപ്പുള്ള സ്റ്റേഷനുകളാണ്. ഇനി ഇതിനിടയ്ക്കുള്ള സ്റ്റേഷൻ്റെ പേരും നമ്മളിങ്ങനെ ഇപ്പം മാവേലിക്കര ക്ലിക്ക് ചെയ്താൽ അറിയാൻ പറ്റും. നോ ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷൻസ് പ്രസൻറ്റ്. അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷൻ ഇല്ല. പക്ഷേ ഒരു എറണാകുളം ക്ലിക്ക് ചെയ്താൽ അറിയാൻ പറ്റും. എറണാകുളം കഴിഞ്ഞ് എറണാകുളം ടൗണിന് മുന്നായിട്ട് എറണാകുളം സി ക്യാബിനുണ്ട്, പക്ഷേ അവിടെ അത് നിർത്തത്തില്ല. അതുകൊണ്ടാണത് ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ട്രെയിൻ ഇരിഞ്ഞാലിക്കുട എത്തിയതേ ഉള്ളൂ. അത് 11:44 കറക്റ്റ് 11:46 ആകുമ്പോഴായിരിക്കും അത് അവിടെ നിന്ന് പുറപ്പെട്ട് തൃശ്ശൂർ 12:05 എത്തും. അതാണ് ഈ ഒരു ഇതിൽ നിന്നുള്ള ഒരു യൂസ്. അടുത്തത് ലൈവ് സ്റ്റേഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ഇന്ന് പരവൂർ സ്റ്റേഷനിൽ നിന്ന് ഉള്ള ട്രെയിനുകളുടെ എല്ലാം കാര്യം കറക്റ്റായിട്ട് അറിയണം. ഏതൊക്കെ എപ്പോഴൊക്കെ പോകുന്നു വരുന്നു എന്നുള്ളത് അതെല്ലാം ഇവിടെ അറിയാൻ പറ്റും. എല്ലാം കാണിക്കും. പൂനെ എക്സ്പ്രസ് ഉണ്ട്, കൊല്ലം കന്യാകുമാരി മെമു എക്സ്പ്രസ് ഉണ്ട്. ഈവൻ നോക്കൂ, പ്ലാറ്റ്ഫോം വരെ കാണിക്കും. ഈ പ്ലാറ്റ്ഫോം വരെ അവർ കാണിക്കും. എത്ര സമയത്താണ്? 11:34 ഷെഡ്യൂൾ ചെയ്തത്, പക്ഷേ പോകുന്നത് 11:49. 15 മിനിറ്റ് ലേറ്റാണ്. ഇത് കൊല്ലം കന്യാകുമാരി സെക്കൻഡ് വൺ ഓൺ ടൈമാണ്. ഇപ്പം ലോക്കൽ മാത്രം നോക്കിയാൽ മതിയെങ്കിൽ അങ്ങനെ അറിയാൻ പറ്റും. നോൺ ലോക്കലാണെങ്കിൽ ഇങ്ങനെ അറിയാൻ പറ്റും. ഏതാണെങ്കിലും നമുക്ക് പ്ലാറ്റ്ഫോമും അറിയാൻ പറ്റും, ഷെഡ്യൂൾഡ് എക്സ്പെക്റ്റഡ് ഡേറ്റുകളും എല്ലാം അറിയാൻ പറ്റും. അതുപോലെ തന്നെ PNR സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ടിക്കറ്റ് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എനിക്ക് പോകേണ്ടത് ബാംഗ്ലൂരാണ്. SMVT ബംഗളൂരു എന്ന് കൊടുക്കാം. എൻ്റെ ജേർണി ഡേറ്റ് 20 ടിക്കറ്റിൽ ബുക്ക് ചെയ്താൽ മതി. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കാണും. ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഓരോ ടിക്കറ്റുകളുടെ ഡീറ്റെയിൽസും അറിയും. ഏതൊക്കെ ടിക്കറ്റ് ഉണ്ട്, കേപ്പ് SBC എക്സ്പ്രസ്, ഇപ്പം അതിൻ്റെ അവൈലബിലിറ്റി, പൈസ എല്ലാം. 24 ഫെബ്രുവരി ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ഒരു ഇതിലേക്കാണ് വന്നത്. നോക്കൂ, കേപ്പ് SBC എക്സ്പ്രസ് ഉണ്ട്, KCVL YPR, ഇത് കൊച്ചുവേളി യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ് സെക്കൻഡ് വൺ. അങ്ങനെ എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ബുക്ക് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്ത് അത് ടിക്കറ്റ് ബുക്കാവും. തത്കാലാണ് ബുക്ക് ചെയ്യണമെങ്കിൽ തത്കാലിനുള്ള ഓപ്ഷനുണ്ട്. ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ബുക്കിംഗ് അവൈലബിൾ അല്ലെങ്കിൽ അതും ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവർ സ്പെസിഫൈ ചെയ്ത് കാണിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടനോട് ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ താങ്ക്